ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഇടനേരങ്ങളിലോ കഴിക്കാൻ പറ്റിയ ഒരു ഹൈ പ്രോട്ടീൻ ലഘുഭക്ഷണമാണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ടും വളരെ എളുപ്പമാണ്. എല്ലാവരുടെയും വീട്ടിൽ കാണും ചെറുപയർ. അപ്പോൾ ചെറുപയർ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ചെറുപയർ വേകാൻ ഇത്തിരി സമയമെടുക്കുമല്ലോ. അപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ചാൽ രാവിലെ നല്ല പോലെ കുതിർന്നിരിക്കും, പെട്ടെന്ന് വേകുകയും ചെയ്യും. ഒരു ചെറിയ കപ്പ് പയറെടുത്തിട്ടുണ്ട്. ഇത് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയ ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് കുതിർക്കാനായിട്ട് വയ്ക്കാം. 2-3 മണിക്കൂർ ഇരുന്നാൽ തന്നെ ഒന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ വേകുകയും ചെയ്യും. ഇപ്പോൾ 3 മണിക്കൂറായി നല്ലതുപോലെ പയർ കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് 1-2 പ്രാവശ്യം ഒന്ന് കഴുകിയ ശേഷം നമുക്ക് കുക്കറിലിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. പയറും പരിപ്പുമൊക്കെ കാണാൻ നല്ല ഭംഗിക്കിരിക്കുമെങ്കിലും കുതിർത്ത് കഴിഞ്ഞാലും നല്ലതുപോലെ ഇതിൽ അഴുക്കുണ്ട്. അതുകൊണ്ട് 3-4 പ്രാവശ്യം കഴുകണം. പയറും പരിപ്പുമൊക്കെ വാങ്ങുമ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെച്ചാൽ കുറച്ച് നാൾ കേടുകൂടാതെ തന്നെ ഇരിക്കും. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. പയർ കുതിർത്തതായതുകൊണ്ട് കുറച്ച് വെള്ളം മതിയാകും. ഇത് 4 വിസിൽ വരണം, അതുവരെ ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇനി ഇതിൽ ചേർക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള മില്ലറ്റാണ്. ഇത് മില്ലറ്റ് അവിലാണ്. ജോവർ ഫ്ലേക്സ് ധാരാളം കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും അടങ്ങിയൊരു പോഷകാഹാരമാണ് ഈ മില്ലറ്റ്. ഇത് കോൺഫ്ലെക്സ് പോലെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് 1 കപ്പ് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് 5 മിനിറ്റ് ഇതും ഒന്ന് കുതിർക്കാനായിട്ട് വയ്ക്കാം. ഇനി ഇതിന് പകരമായിട്ട് ഓട്സ് ഉണ്ടെങ്കിൽ ഓട്സോ അവലോ ഒക്കെ ഇതേപോലെ ഒന്ന് കുതിർത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇനി ഇതിൽ ചേർക്കുന്നത് ഇഞ്ചിയും പച്ചമുളകുമാണ്. ഇഞ്ചിയും പച്ചമുളകും ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. കുഞ്ഞിന് കൊടുക്കുന്നത് കൊണ്ട് ഞാൻ മുളകൊക്കെ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അരിഞ്ഞിട്ടാൽ ഇടയ്ക്കൊക്കെ കുട്ടികൾ കടിക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടുകയില്ല. പയർ 4 വിസിൽ കഴിഞ്ഞ് ഓഫ് ചെയ്ത് വെച്ചിരുന്നു. ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. ഇതൊന്ന് നോക്കാം. ചെറുപയർ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഒരല്പം വെള്ളം ബാക്കിയുണ്ട്. അതൊന്ന് നമുക്ക് ഊറ്റിയെടുക്കാം. എന്നിട്ട് വെള്ളം കളയൊന്നും വേണ്ട, നമുക്കിത് കുടിക്കാം, കുട്ടികൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കറികളുടെ കൂടെ ചേർക്കാം. ഇത് ഒരു അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് വെള്ളവും മാറിക്കിട്ടും. ഇനി ഇതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇതിലിനി കുതിർത്തെടുത്ത അവൽ കൂടി ചേർക്കണം. അവലിലെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതിൽ ചേർക്കാം. മില്ലറ്റും ചെറുപയറുമൊക്കെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനും അതുപോലെ ഡയബറ്റിക് BP പേഷ്യൻറ്റിനുമൊക്കെ കൊടുക്കാൻ ഏറ്റവും ഉത്തമമായ ആഹാരമാണ്. ഇനി ഇതിൽ നേരത്തെ ചതച്ച് വച്ചിരുന്ന ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർക്കാം. ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് ഇഞ്ചി. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് പിങ്ക് ഹിമാലയൻ സോൾട്ടാണ്. 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരല്പം ടേസ്റ്റ് കൂട്ടാനായിട്ട് പാവ് ഭാജിയുടെ മസാലയാണ്. അതുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ അല്പം ഗരം മസാല ചേർക്കാം. അതുപോലെ ഡ്രൈ മാംഗോ പൗഡർ. ഇതില്ലെങ്കിൽ ഒരല്പം നാരങ്ങാ നീര് ചേർത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുപയറിൽ ഒരല്പം എരിവും പുളിയും ഒക്കെ ചേർത്താൽ നല്ല ടേസ്റ്റാണല്ലോ കഴിക്കാനായിട്ട്. ഇപ്പോൾ ഇതിങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരല്പം കയ്യിൽ പറ്റുന്നത് കൊണ്ട് 2 ടേബിൾ സ്പൂൺ കടലമാവാണിത്. കടലമാവില്ലെങ്കിൽ അരിപ്പൊടിയാണെങ്കിലോ അല്ലെങ്കിൽ ആട്ടമാവാണെങ്കിലോ ചേർത്ത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കയ്യിലധികം ഒട്ടിപ്പിടിക്കുകയില്ല. ഒരല്പം എണ്ണ തൂവിയതിന് ശേഷം നമുക്കിത് ഷേപ്പ് ചെയ്യാം. ഷേപ്പ് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കലാവാസന അനുസരിച്ച് ചെയ്യാവുന്നതാണ്. റൗണ്ട് ഷേപ്പോ ഓവലോ അല്ലെങ്കിൽ സ്ക്വയറോ എന്താണ് ഇഷ്ടം അതനുസരിച്ച് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ കട്ടർ ഉപയോഗിച്ചും നല്ല ഷേപ്പാക്കി എടുക്കാം. ഇനി ഇത് ഒരല്പം എള്ളാണ്. എള്ളിൽ ഒന്ന് മുക്കിയെടുത്താൽ കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. എള്ളിന് പകരം കറുത്ത എള്ളായാലും കുഴപ്പമില്ല. ഇനി ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്താലും നല്ല ടേസ്റ്റാണ്. പക്ഷേ അത് എണ്ണ ഒരുപാടാവുമല്ലോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ ചേർത്തിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്താലോ അത് ശരിയല്ല. അപ്പോൾ ഷാലോ ഫ്രൈ തന്നെ ചെയ്യാം. എണ്ണ കുറച്ചുള്ളത് കൊണ്ട് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച്
ഇത് വലിയ പാനാണല്ലോ, അതുകൊണ്ട് ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി കൊടുത്താൽ എല്ലാ ഭാഗവും ഒരുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ആരെങ്കിലുമൊക്കെ BP, ഷുഗർ, കൊളസ്ട്രോൾ പേഷ്യൻ്റ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ദിവസവും കഴിക്കാൻ പറ്റിയ ഒരു വളരെ പോഷകസമ്പന്നമായ ഒരു ആഹാരമാണിത്. അതുപോലെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലും കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു ലഘുഭക്ഷണമാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.